യോഹന്നാൻ്റെ 17:19 അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അവരും ഈ ശിഷ്യന്മാരെ കുറിച്ച് യേശു ക്രൂശ് മരണത്തിന് മുമ്പ് ഗെത്സമനെ തോട്ടത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ വാക്യം പറയുന്നത് സാക്ഷാൽ മുന്തിരിവള്ളി. ദൈവം സാക്ഷാൽ മുന്തിരി, നമ്മളതിൻ്റെ കൊമ്പ. ആ മുന്തിരിവള്ളിയിൽ ഗ്രാഫ്റ്റ് ചെയ്യാതെ ആരും വിശുദ്ധി പ്രാപിക്കുന്നില്ല. ക്രിസ്തുവിൻ്റെ രക്തം എന്നിൽ കൂടെ പകരാതെ ഒരിക്കലും ദൈവത്തെ കാണാൻ സാധിക്കത്തില്ല. പിന്നെ നിങ്ങൾ കാണുന്ന ദൈവം ആരാന്ന് ചോദിച്ചാൽ അത് പല ദൈവങ്ങൾ കാണും. യേശുവിൻ്റെ രൂപം തന്നെ പലരെടുത്തുകൊണ്ട് വരും. സത്യദൈവത്തെ അറിയണമെങ്കിൽ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രം. യേശു പറയുന്നു, എൻ്റെ ശിഷ്യന്മാർ സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്നെ തന്നെ ക്രിസ്തു വിശുദ്ധീകരിക്കുക. ക്രിസ്തുവിന് പാപം പോലും ഇല്ല, എന്നിട്ടും പിതാവിൻ്റെ മുമ്പിൽ വിശുദ്ധീകരിക്കാൻ പറഞ്ഞെങ്കിൽ നമ്മൾ എന്തുമാത്രം നമ്മളെ തന്നെ വിശുദ്ധീകരിക്കും. എന്നെ തന്നെ വിശുദ്ധീകരിക്കാൻ പ്രാർത്ഥിക്കുകയും മക്കളെ ദൈവം കൊണ്ടുവരും. അവർ വിശുദ്ധരായി തീരും. നിശ്ചയമായിട്ടും അത് സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 17:19 വാക്യം വെച്ച് മക്കളെ തിരിച്ചു കൊണ്ടുവരാൻ പ്രാർത്ഥിക്കുക. ദൈവം അവരെ കൊണ്ടുവന്നിരിക്കുന്നു. ആർക്കു വേണ്ടി ഈ പ്രാർത്ഥന അയക്കാം? നമ്മൾ വിശുദ്ധരാകട്ടെ. ബി ഹോളി ആസ് ഐ ആം ഹോളി. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.